കൃഷി ചെയ്യാൻ എവിടെ സ്ഥലം എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു വലിയൊരു ഉത്തരമാണ് നമ്മുടെ അസംകുട്ടിയാക്കയുടെ വീട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ധന്യ. സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് എത്തിയിട്ടുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള നമ്മുടെ അസംകുട്ടിയാക്കയുടെ വീട്ടിലാണ്. അപ്പൊ നോക്കിയാൽ തന്നെ അറിയാം, വീടിന്റെ തൊട്ടടുത്താണ്. നിങ്ങൾക്ക് ഇതിന്റെ സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/4 സെന്റ് പോലും ഇല്ല. അലങ്കാര ചെടികൾക്ക് പകരമായിട്ടും ഈ പറഞ്ഞ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അസംകുട്ടിയാക്കയോട് തന്നെ ചോദിക്കാം. അസംകുട്ടിയാക്ക, ഇതെന്തിപ്പോ നമ്മളെ ചെടികളൊക്കെ മാറ്റി മൊത്തത്തിൽ നമ്മളുടെ ഫുൾ വീട്ടിലും പച്ചക്കറി തന്നെയാക്കിയാ? ഇത് ചെടികൾ ഉണ്ടാക്കാൻ വേണ്ടി മുറ്റം പിന്നെ ഇവിടെ കട്ട പയിച്ചപ്പോ ഒരു കൗണ്ടർ ഇവിടെ ഒഴിവാക്കിട്ടിനി. ഒരു സൈഡില് ലേശം സ്ഥലമുള്ളൂ. പക്ഷെ അതില് 1.5 അടി. അപ്പൊ അതില് ഇത് കക്കരിക്ക ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. കക്കരിക്ക നല്ല ഹൈറ്റിലേക്ക് ഒരു 3.5 മീറ്ററിലേക്ക് വിട്ടാൽ അത്രയും പടന്ന് കായ്ക്കോന്നൊക്കെ നോക്കും ചെയ്യാം. നമുക്ക് കൃഷി രീതിയിലേക്ക് മാറ്റാലോ, ഉത്പാദനം കൂടുതലുണ്ടെങ്കിൽ എന്ന് മനസ്സിലാക്കേണ്ട ഒരു ടെസ്റ്റിന് വേണ്ടി ഇവിടെ ആകെ 14 ചെടിയുള്ളൂ. ചെടി വെക്കണതിന് ബദല് 14 മരം തൈ നമ്മളിവിടെ പിടിപ്പിച്ച് വെക്കാൻ റെഡിയാക്കിയതാ. ഇപ്പൊ പറിച്ചിട്ട് തീർന്നില്ല, കണക്കല്ലാതെ കായ്ച്ചു. 2 ഭാഗത്തുനിന്നും ശരിക്കും സൂര്യപ്രകാശം കിട്ടുന്ന രൂപത്തിലാണ് ഉള്ളത്. നല്ല ഹൈറ്റിൽ ഏകദേശം 3.5 മീറ്റർ ഹൈറ്റിലേക്ക് വിട്ടപ്പോ നല്ല കായ. ഇപ്പൊ ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം 100 കിലോന്റെ മേലെ നമ്മളിപ്പോ പറിച്ചു. ഇപ്പൊ പറിക്കാൻ തന്നെ ആയത് തന്നെ ഒരു 15 കിലോ പതിമൂല് കായ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ എല്ലാ സമയത്തൊക്കെ ഇതിപ്പോ ഈ ആടുന്നുണ്ടല്ലോ, ഇത് വീഴും? അത് ഇല്ല, അത് കയറുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിക്കാണ്. കമ്പിന്റെ അതിന്റെ ഇടയിലൊക്കെ കമ്പി കൊടുത്തേണ്. ആട്ട് നോക്കണ്ട, അതങ്ങനെ കുറച്ച് ലോങ് ആയതുകൊണ്ടാണ്. അപ്പുറത്തൊരു കമ്പി, ഇപ്പുറത്തൊരു കമ്പി. അപ്പൊ ഏകദേശം ഒരു 12-14 മീറ്ററിന്റെ ഉള്ളില് കയറ് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ആട്ട. ആ കയറുമ്പിൽ പോരൊന്നുമില്ല. ഇതിന്റെ സെന്ററിൽ ഇതാ കയറുണ്ട്, കാണുന്നുണ്ടാവും. ഈ കയറുമ്പിലാണ് ഫുൾ അതിന്റെ ഇത് കൊടുത്തത്. നമ്മൾ 45-ാം ദിവസമാണ് നമ്മളെ കുക്കുമ്പർ കായ്ച്ചു തുടങ്ങുക. ഇതിപ്പോ വിളവെടുത്ത് തുടങ്ങിയിട്ട് എത്രയായിട്ടുണ്ടാവും? വിളവെടുത്ത് തുടങ്ങിയിട്ട് തന്നെ നമ്മൾ 2 മാസത്തിന് മുന്നേ കായ പറിച്ചത്. ഭയങ്കര ലോങ് കിട്ടി. എന്താ സംഭവം എന്ന് മനസ്സിലാണില്ല. 2 മാസമായി കായ പറിക്കൽ തുടങ്ങിയിട്ട് ഇപ്പോഴും പറിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. നിറയെ കായാണ്. അതായത് സാധാരണ നമുക്ക് ഒരു 1.5 മാസം മാക്സിമം നമുക്ക് ഈ കുക്കുംബറിന് നമുക്ക് വിളവ് കിട്ടാറുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ 2 മാസം നമ്മൾ അറുത്ത് എന്നിട്ട് നല്ല വൃത്തിയുള്ള കായന്നതാ. നല്ല വൃത്തിയുള്ള കായന ഇപ്പോഴും ശരിക്കും നിറയെ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചല്ല, ഒന്ന് പൊട്ടിച്ചൊന്ന് ഞങ്ങൾ നോക്കട്ടെ. ഒറ്റ നിൽപ്പിൽ എത്ര പൊട്ടിച്ചിട്ട് കിട്ടുന്നത് ഫുള്ളായിട്ട്. ഇപ്പൊ ഈ ഒരു ആംഗിൾ കൊടുത്തോടത്ത് തന്നെ എനിക്ക് തോന്നുന്ന ഒരു 10 എണ്ണൊക്കെ കിട്ടാനുണ്ട്. ഇതിപ്പോ നമ്മള് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ തൊട്ട് മിറ്റതെന്ന് പറയുമ്പോ ഇതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തണ്ടൊക്കെ കാണുന്നുണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിനെ വളർത്താൻ വേണ്ടിട്ട് റെഡിയാക്കിയതാണോ? അതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിന്റെ അടിയിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ മരം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ വള്ളി പോകുമ്പോഴേക്ക് അതൊക്കെ പിടിച്ച് റെഡിയായി, വേരൊക്കെ പിടിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോ ഈ വള്ളിയാണ് പോയി വിടുമ്പോ മറ്റേന് കാച്ചിലും കിട്ടും. അപ്പൊ അതിനുള്ള എല്ലാ തീറ്റി നമ്മൾ കൊടുത്താല് അത് നല്ല മട്ടത്തിലുണ്ടാവും. ഇതിന്റെ ഇവിടെ ശരിക്കും ഇൻഡസ്ട്രിയിൽ പണിയെടുത്താണ്ട് കമ്പി എടുത്താണ്ട് നല്ലൊരു മോഡലാക്കിയാണ്ട് ഡ്രാഗൺ ഉണ്ടാക്കാനാണ് നമ്മുടെ പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്താണ്. അപ്പൊ എന്തായാലും ഡ്രാഗണിന്റെ 1-ാം വർഷവും 2-ാം വർഷത്തിനുള്ള ചെലവിന്റെ പൈസ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടി. ഇതിൽ തന്നെ കിട്ടി. അപ്പൊ നടുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. നടുന്ന സമയത്ത് തന്നെ നമ്മൾ മണ്ണിളക്കിയാണ്ട് ഇപ്പൊ പിന്നെ ഡോളമേറ്റ് ഇട്ട് വെച്ച് പിന്നെ കുഴിച്ചിടുന്ന സമയത്ത് നമ്മൾ എല്ലുപൊടി, വേപ്പമണ്ണാക്ക്, കുറച്ച് കോഴിവളം ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് മണ്ണ് പാകാക്കിയാണ്ട് അതിൽ തൈ വെച്ച് പിടിപ്പിച്ച് തൈ കവുത്തെക്കാനായപ്പോ നമ്മൾ ഇതൊക്കെ പണിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. കയറൊക്കെ കെട്ടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. നേരെ നിലത്തൊന്നും പടക്കാൻ സമയം കൊടുക്കാതെ കവുത്ത് വെച്ചുകൊടുമ്പോ നേരെ കമ്പിമ്മ കൂടെ കയറിപ്പോയി, ഈ കയറ് കെട്ടിയമ്മ കൂടെ കയറിപ്പോയി ഒക്കെ റെഡിയായി വന്നു. പെട്ടെന്ന് കായ്ച്ചാണ്. അടിയനെ കായ തുടങ്ങിയാണ്, 1 മീറ്ററിന്ന് കായ തുടങ്ങിയാണ്. അതായത് നോക്കിയേ, ഇതൊരു കമ്പിയാണ്, സാധാരണ ഒരു കമ്പി കൊടുത്തിരിക്കുന്നത്. അത് കയറ് വെച്ച് അതിനുള്ളിൽ ഫുള്ള് വാർപ്പിന്റെ കമ്പിയാണ്. ഇത് നമ്മൾ പുതിയത് വാങ്ങിയതോ അല്ലെങ്കിൽ നമ്മള് സെക്കൻഡ് വാങ്ങിയതോ? ഈ കമ്പി കടയിൽ നിന്ന് അവിടെ വന്ന പഴയത് വാങ്ങിയാണ്ട് പകുതി വിലക്ക്, പകുതിന് താഴെ വില വരുള്ളൂ അങ്ങനെ പഴയത് വാങ്ങുകയാണെങ്കിൽ. അപ്പൊ ഇതും നമുക്ക് അങ്ങനെ ആടുള്ളൂ. പക്ഷെ വീഴൊന്നുമില്ല. അത് ഇപ്പൊ ഭയങ്കര കാറ്റൊക്കെ അടിച്ചിട്ട് എത്ര ആടിയാലും വീണു പോകില്ല. അതിങ്ങനെ അങ്ങോട്ട് പോകും, അത് വരെ പോകും. ഇത് അവിടുന്ന് ഇങ്ങോട്ടും വരും. ഇത്ര തന്നെ ആടുള്ളൂ, അതിലേറെ ആടൂല. ആ ആടിച്ചിട്ട് ആ വള്ളിക്കൊന്നും എവിടെ ഒരു കേടും പറ്റൂല. 14 കടയിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോയ്ക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും പറിക്കാനുണ്ട്. അതുമല്ല, ഇതിന്റെ ഈ താഴത്തെ ഇലകളൊന്നും മഞ്ഞച്ചു തുടങ്ങിയിട്ടില്ല. കാര്യമായ കേടുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒന്നും തന്നെ ഇതിൽ കാണുന്നില്ല. മുകളിൽ ഇനിയും ധാരാളം പൂക്കളുണ്ട്. നമുക്കറിയാം തലഭാഗത്താണ് കൂടുതലായിട്ട് പൂ വിരിയുന്നതും, അതായത് താഴെ അടിഭാഗത്ത് വളരെ കുറവാണ്. ഈ മുകളിലെ തലയിൽ കൂടുതലായിട്ട് പൂക്കൾ വിരിയുകയും ഇഷ്ടം മാതിരിയാണ് നമ്മുടെ തേനീച്ചകളൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇനിയും കായ്ക്കാനുള്ള സാധ്യത നല്ലതുപോലെ ഉണ്ട്. അപ്പൊ പിന്നെ എന്തെങ്കിലും ഇതിൽ കാര്യമായിട്ട് വേറെ മരുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രാസവളങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? രാസവളങ്ങൾ കാര്യമായിട്ട് ഒന്നും ഈ കോഴിവളം തന്നെ കൊടുത്തിട്ടുള്ളൂ. 2 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഫാക്ടംബോസ് ഒന്ന് വെതറി കൊടുത്താണ്. ഏകദേശം എന്തോരം? ഒരു 10 ഗ്രാം ഒരു ചെടിക്ക് വരുന്നവർക്ക് കൊടുത്തിട്ടുള്ളൂ.
അത്രേ ഉള്ളൂ 2 പ്രാവശ്യമായിട്ട്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞപ്പോ 2 ഭാഗത്തുനിന്ന് 100% സൂര്യപ്രകാശം കിട്ടിയിട്ടാണ് ഇത്രയും നല്ല ഉഷാറായിട്ടുണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മളെ വീടിന്റെ മുറ്റത്തൊക്കെ അലങ്കാര ചെടിയോടൊപ്പം തന്നെ നമ്മൾക്കും ഇതുപോലെ ചെയ്യാനൊക്കെ പറ്റും. ഒരു 1/4 സെന്റ് മതി നമ്മുടെ വീട്ടിലേക്കും വിൽക്കാനുള്ളതും ഈ കുക്കുംബർ ഉണ്ടാക്കാനും നമ്മൾ പെരയിൽ ഉപയോഗിക്കാനുള്ള ആവശ്യത്തിനുള്ളത് വീട്ടുമുറ്റത്ത് ചെടി ഉണ്ടാക്കുന്നതിന് ബദലായിട്ട് ഇങ്ങനെ കൗണ്ടർ കമ്പി കൊണ്ട് കെട്ടിണ്ടാക്കിയാണ്ട് ഇപ്പൊ ഇതിനുള്ളിൽ ഇങ്ങനെ കയറുകൊണ്ട് കെട്ടിക്കണ്. കുത്തനുള്ളതിന് ഈ ബാർപ്പിന്റെ കമ്പി ഇതിനുള്ളിൽ കൂടെ അവൻ കൊടുത്താണ്. വലിയൊരു പണിയൊന്നുമില്ല ഇതിങ്ങനെ ഉണ്ടാക്കാൻ. സ്ട്രക്ചർ ഉണ്ടാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു 2 വർഷത്തോളം അതിന് അതിന് തന്നെ ഒന്ന് മാറ്റി ചെയ്യാൻ പറ്റും. നടാവുന്നതേ ഉള്ളൂ. സാധാരണ നമ്മൾ പാടത്ത് ഇപ്പൊ ധാരാളമായിട്ട് കുക്കുംബർ കൃഷി ചെയ്യുന്ന ആളാണ് അസംകുട്ടിയാക്ക. അപ്പൊ ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നതും പാടത്ത് കൃഷി ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും കീടങ്ങളുടെ കുറവോ കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പാടത്തേത് അടുപ്പിച്ചല്ലേ വരിക. ഒരു 3/4 മീറ്ററിന്റെ ക്യാപ്പല്ലേ ഒരു ഏരും മറ്റേ ഏരും നമ്മൾ കൊടുക്കുള്ളൂ. അപ്പൊ ഇത് കുത്തി കൂടി നിൽക്കുമ്പോ എങ്ങനെയാലും കീടശല്യം വല്ലാതെ ഉണ്ടാവും. ഇതിപ്പോ ശരിക്കും ഈ കാറ്റിന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരല്ലോ ഒരു കാരണം, ഇങ്ങനെ പോയി കൊടുക്കും. അതൊരു കാരണം. അതിന്റെ പുറമെ പിന്നെ 2 ഭാഗത്തുനിന്ന് 100% സൂര്യപ്രകാശം കിട്ടുന്ന രൂപത്തിലാണ് ഇത് കയറിയണത്. അതുകൊണ്ട് തന്നെ കീടശല്യം തന്നെ ഒരു സംഭവം തീരുണ്ടായിട്ടില്ല. ഇത് മുടിച്ചിട്ട് ആ കായ ശരിക്കും കായ ആയിട്ട് തന്നെ നേരെ നമുക്ക് കിട്ടുകയാണ്. ഇതാ പറിച്ച് വെച്ചാൽ ഒന്നൊന്നിന് വ്യത്യാസമില്ലാതെ ഇങ്ങനെ ഒക്കെ ഒരേ വലുപ്പത്തിൽ നല്ല സൈസുള്ള കായന് നമുക്ക് ഇതിരെ കിട്ടിപ്പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നാം ഇങ്ങനെ ഒറ്റട്ട് പാടത്തായാലും ഒറ്റട്ട് ഉണ്ടാക്കണപ്പോൾ കണ്ട നമ്മൾ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യുന്ന ചുറ്റുഭാഗത്ത് ഇങ്ങനെ കരക്കുമ്പൽ ഇതേമാതിരി കൊടുത്താലൊക്കെ നല്ല 100% ഇതേമാതിരി വിളവെടുക്കാൻ കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ നോട്ടത്തിൽ നിന്ന്. അപ്പൊ നമ്മള് ഇത് 2 സൈഡിൽ നിന്നും ധാരാളമായിട്ട് വെയിൽ കിട്ടുന്നതും ഈ കാറ്റും എനിക്ക് തോന്നുന്നു ഈ കീടങ്ങളുടെ ആക്രമണം കുറയാൻ കാരണമാണ്. കാരണം ഈ കാറ്റ് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പുറമേ നിന്ന് വരുന്നവർക്ക് ഇത് കാണുമ്പോൾ ഏത് സമയത്തും കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ പോയി കൊടുക്കും. കാണുന്നവര് പുറത്തുനിന്ന് കാണുന്നവര് ചോദിക്കും ഇത് പൊളിഞ്ഞാടൂലാന്ന്, ഇത് എങ്ങനെ വേണം നിൽക്കണെന്ന് ചോദിക്കും. ഒരിക്കലും പൊളിഞ്ഞാടൂല. ആ കയറുമ്പോൾ മേലത്തെ കയറുമ്പോൾ അയിമലാണ് ഉള്ളത്. പിന്നെ ബാക്കി ഇടക്കൊക്കെ ഈ വാർപ്പിന്റെ കമ്പി മാത്രം കയറി പോകാൻ മാത്രം കൊടുത്തുള്ളൂ. ഫുള്ള് ലോഡ് മേലത്തെ ആ കമ്പിമല. അങ്ങനെയല്ലേ. ഇത് 24 കാറ്റിന് ഇങ്ങനെ അടികൊണ്ടേ നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരു കീടശല്യം ഇതുമല്ല തീരാണ്ടായിട്ടില്ല. ഇതിനൊന്നും അടിക്കേണ്ടില്ല. ഓ അപ്പൊ പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100% ഓർഗാനിക് എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 കായ പറിച്ചിട്ട് ഈ ഒന്നിന് മാത്രമേ കുത്തിയിട്ടുള്ളൂ. ഒന്നിന് മാത്രം ഒരു ശല്യം ഉണ്ട്. ഇത് ഇവിടെ കുത്തിയാണ്. ബാക്കി ഇതുമേലൊന്നും ഒരു ഇതും വന്നിട്ടില്ല. നല്ല സൈസുള്ള കായാണ് ഇതൊക്കെ. ഒരു 10 കായ പറിക്കുമ്പോൾ ഒരു കായക്ക് കേടുണ്ട്. മരുന്നടിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ വീട്ടുമുറ്റത്താവുമ്പോ കുട്ടികളും എല്ലാവരും നേരിട്ട് പറിച്ചു തിന്നാവുന്നതാണ്. കുട്ടികളൊക്കെ വന്നാൽ അവർക്ക് തന്നെ പറിച്ചു തിന്നാന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. ഇപ്പൊ നമ്മൾ വലിയവർക്കാണെങ്കിലും നേരിട്ട് പറിച്ചു തിന്നുമ്പോ ഒരു പ്രത്യേക ഒരു രുചി തന്നെയാണ്. ഇതൊന്ന് നോക്കി എത്ര പൂക്കളാ, ഇനിയും എത്ര പൂക്കൾ. ഈ ഇലകളൊക്കെ മാറ്റിയപ്പോഴാട്ടോ നമ്മൾ ഇതിന്റെ ഇടയിലും ഈ കുക്കുംബർ ഉള്ളത് കാണുന്നത്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ വെറും 13 എന്ന് പറഞ്ഞാൽ വെറും 13 കടയിൽ നിന്നാണ് ഈ പറഞ്ഞ വിളവ് കിട്ടുന്നത്. വീടിന്റെ മുറ്റത്ത് ഒരു 3/4 സെന്റ് സ്ഥലം നിങ്ങൾ മാറ്റി വെക്കാനോ അല്ലെങ്കിൽ 1 സെന്റ് സ്ഥലവും മാറ്റി വെച്ചാൽ മതി. ഒരു വീട്ടിലേക്ക് ആവശ്യമായ തക്കാളി, വെണ്ട, വഴുതന എന്ന് വേണ്ട നമുക്ക് 100% ജൈവമായിട്ട് നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ ഇപ്പുറത്തെ സൈഡും ഇത് പന്തലൊക്കെ ആക്കി തുടങ്ങിയാലോ. ഇപ്പുറത്തെ സൈഡ് കയ്പൊന്ന് പരീക്ഷണം നടത്തിയതാ. ഫിറ്റ് ചെയ്താണ് പാല് നമ്മൾ പാടത്തിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എങ്ങനെ കായ്ക്കും പാല് എന്ന് പറഞ്ഞ വിത്ത് എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഒരു ടെസ്റ്റിന് 2 മരട് ഇവിടെ മുറ്റത്തിന്റെ സൈഡിൽ തന്നെയാണ്. ഇത് പാകാക്കിയിട്ട് നമ്മള് കേറിയണേ. ശരിക്കും പന്തൽമേൽ എത്തി മുടിച്ചിട്ട് തുടങ്ങിയാണ്. കാണണ്ടാ കാഴ്ച കാണണ്ടാ? കാഴ്ചത് അവിടെ ഉണ്ട്. ചെറുതാണ്. നമ്മളൊരു കർഷകന്റെ വീട്ടുമുറ്റം എങ്ങനെ അലങ്കരിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഫുള്ളായിട്ടും മാവിന്റെ ചോട്ടില് ചേന. ഇത് നോക്കിയൊക്കെ ചെറുനാരങ്ങയാണ് കേട്ടോ. എന്നും കായ്ക്കും. ഒരു തലക്കല് മൂത്ത ഉണ്ടാവുമ്പോ വേറെ തലക്കല് പൂവുണ്ടാവും, വേറെ തലക്കല് കായ ഉണ്ടാവും. ഇപ്പൊ പൂവും കായും ഒരുപോലെ വന്നു കൊടുക്കാം. മറ്റേ കമ്പ് ഏകദേശം ഒരു വർഷം നമുക്കൊരു 3000-ഓളം എന്തായാലും ചെറുനാരങ്ങ. മരം ചെറുതാണെങ്കിലും കായ ഇഷ്ടം പോലെ കിട്ടും. എന്നും കായാണ്. കായില്ലാത്ത സമയമില്ല. അപ്പൊ ഒരു വീട്ടിൽ ഇതുപോലെയൊക്കെ നമ്മൾ ഒരു ഇത്തിരി സ്ഥലം മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ചെറുനാരങ്ങ ഒന്നും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. അത് ഇന്റർലോക്ക് ഇട്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഒരു സൈഡിൽ ആ ഒരു ഇത്തിരി സ്ഥലമായിട്ടോ വിട്ടിട്ടുള്ളത്. അതാ പറയുന്നത് വല്ലഭന് പുല്ലുമായതെന്ന് പറഞ്ഞ പോലെ നമ്മൾ അസംകുട്ടിയാക്കിക്ക് വളരെ കുറഞ്ഞൊരു ഏരിയ ഉള്ളൂ. ഇവിടെ നോക്കിയേ നേന്ത്രവാഴ 2 വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ സൈഡിലൊക്കെ നമ്മളെ മാതളുണ്ട്, അരിനെല്ലി ഉണ്ട്. ഈ കർഷകന്റെ വീട് ചോദിച്ചാൽ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ അതിന്റെ ഒരു അടയാളം കണ്ടാണെങ്കിൽ കയറിക്കോട്ടെ. അതാണ്. അപ്പൊ കർഷകന്റെ വീട് അറിയാൻ, അതായത് ഇവിടെ ഒരു പൂച്ചെടി പോലും ഇവിടെ കാണാനില്ല കേട്ടാ. ഫുള്ള് ഈ പറഞ്ഞ പോലെ ചേനയും പപ്പയും മഞ്ഞളും ചേമ്പും കൂവയും എന്ന് വേണ്ട ഇത് മാത്രമേ ഉള്ളൂ. ഡ്രാഗൺ നടാൻ വേണ്ടിയിട്ടാണ് പണി തുടങ്ങിയത്. 2-ാം വർഷമാകുമ്പോഴേക്കും ഡ്രാഗൺ കായ്ച്ചു തുടങ്ങും. അപ്പൊ എന്തായാലും അതുവരെ ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാം. ഇതിനിടയിൽ അതുപോലെ തന്നെ തക്കാളി നട്ടിട്ടുണ്ട്. തക്കാളിക്ക് ഇനി ഏറ്റവും വില കൂടാൻ പോകുന്ന സമയമാണ്. നമുക്കറിയാം ഓണത്തിനോടനുബന്ധിച്ചിട്ടാണ് ഈ കേരളത്തിൽ നമുക്ക് തക്കാളിക്ക് ഏറ്റവും വില കൂടാൻ പോണ സമയം.
അപ്പൊ ഇതൊക്കെ ഇതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്തോ ഗ്രോ ബാഗുകളൊക്കെ നടുകയാണെങ്കിൽ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം തന്നെയാണ് നമ്മളോട് അസംകുട്ടിയൊക്കെ പറഞ്ഞത്. അപ്പൊ എന്തായാലും അസംകുട്ടിയൊക്കെയുടെ വീടാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ നമ്മളുടെ വീട്ടുമുറ്റവും നമുക്കും അലങ്കരിക്കാം.